ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 23ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാതിരുന്നതിന് കാരണം വേറൊന്നുമല്ല, കുറച്ച് നാളായിട്ട് നല്ല തൊണ്ടവേദനയും ചുമയുമാണ്. ഇപ്പോൾ അല്പം ഭേദം തോന്നിയതിനാലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് താങ് സാമ്രാജ്യത്തിലെ പട്ടാളത്തെ ചതിക്കുന്ന യാൻ സ്റ്റേറ്റിനെയാണ്. ലോങ്കിൻ രാജകുമാരൻ്റെ കൂടെ ചേർന്നാണ് യാൻ സ്റ്റേറ്റ് ആ വലിയ ചതി കാണിച്ചത്. താങ് സ്റ്റേറ്റിലെ കുറച്ച് പേർ അവസാനം അവശേഷിച്ചെങ്കിലും അവരും ധീരതയോടെ യുദ്ധം ചെയ്ത് മരിക്കാൻ തീരുമാനിക്കുന്നു. യുദ്ധകളത്തിൽ വെച്ച് മരിക്കുന്നതിന് അവർക്ക് അഭിമാനമേ ഉണ്ടായിരുന്നുള്ളൂ. മരിക്കുന്നതിന് മുമ്പേ അവർ ചതിക്കപ്പെട്ടു എന്നും അവർ മനസ്സിലാക്കിയിരുന്നു. ഇത്രയും സൈന്യത്തിൻ്റെ മുമ്പിൽ താങ് സാമ്രാജ്യത്തിൻ്റെ ആ ചെറിയ സൈന്യം കുറേ നേരം പിടിച്ചു നിന്നിരുന്നു. അവസാനം അവശേഷിച്ചത് ആ പട്ടാളത്തലവൻ മാത്രമാണ്. ഒറ്റയ്ക്ക് നിന്ന് അയാൾ ശത്രുക്കളോട് നേരിടുന്ന സമയത്ത് ചോങ്മിങ് രാജകുമാരൻ അങ്ങോട്ട് വന്നു. ചോങ്മിങ് രാജകുമാരനെ ദേഷ്യത്തോടെ അപ്പോൾ ആ പട്ടാളത്തലവൻ ചതിയൻ എന്ന് വിളിച്ചു. ചോങ്മിങ് രാജകുമാരൻ അപ്പോൾ പറയുന്നത്, ലോകം മുഴുവനും എന്നെ ചതിയൻ എന്ന് വിളിച്ചാലും നിങ്ങൾക്ക് എന്നെ ചതിയൻ എന്ന് വിളിക്കാൻ ഒരു അവകാശവുമില്ല എന്നൊക്കെയാണ്. കാരണമായിട്ട് പറയുന്നത്, യാൻ സ്റ്റേറ്റിനെ താങ് സാമ്രാജ്യം വർഷങ്ങളോളമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തങ്ങളുടെ കൂടെ ചേരുവാൻ വേണ്ടി ചോങ്മിങ് രാജകുമാരൻ ആ പട്ടാളക്കാരനെ പ്രലോഭിപ്പിക്കുന്നു. എന്നാൽ മരിക്കേണ്ടി വന്നാലും അതിന് താൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോങ്മിങ് രാജകുമാരനെ പോലും വാളുകൊണ്ട് വെട്ടുവാൻ അയാൾ ഒരുങ്ങി. എന്നാൽ അത് തടഞ്ഞുകൊണ്ട് ലോങ്കിൻ രാജകുമാരൻ അപ്പോൾ അവിടെ എത്തിയിരുന്നു. ചോങ്മിങ് രാജകുമാരൻ അപ്പോൾ തുടർന്ന് പറയുകയാണ്, ഞാൻ ഇത്രയും നാൾ താങ് സ്റ്റേറ്റിൽ ഒരു ഹോസ്റ്റേജിനെ പോലെയായിരുന്നു. ലിയു രാജ്ഞിയോട് ഞാൻ നല്ല അടുപ്പം സ്ഥാപിച്ചു. അതൊക്കെ എന്തിനായിരുന്നു എന്നറിയാമോ? ഞങ്ങളുടെ സ്റ്റേറ്റിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ. എന്തൊക്കെ വന്നാലും ഞാൻ യാൻ സ്റ്റേറ്റിൽ നിന്നുള്ളതാണല്ലോ. ചോങ്മിങ് രാജകുമാരൻ താങ് സ്റ്റേറ്റിനെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ആ പട്ടാളത്തലവൻ പറയുകയാണ്, ഞാൻ നിന്നെയും ലിയു രാജ്ഞിയെയും ഒക്കെ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം വേറൊന്നുമായിരുന്നില്ല. നീയും ലോങ്കിൻ രാജകുമാരനും ശത്രുതയിലാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അട്ടഹസി ചിരിച്ചുകൊണ്ട് ചോങ്മിങ് രാജകുമാരൻ പറയുകയാണ്, അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ശത്രുക്കളാണെന്ന് ധരിപ്പിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. എനിക്ക് വേണ്ടിയിരുന്നത് താങ് സ്റ്റേറ്റിൻ്റെ കിരീടമായിരുന്നു. പക്ഷേ ലോങ്കിൻ രാജകുമാരന് അതിലും കൂടുതലാണ് വേണ്ടത്. ഞങ്ങൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്, താങ് സാമ്രാജ്യത്തിൻ്റെ പതനം. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇനി എളുപ്പത്തിൽ താങ് സാമ്രാജ്യത്തെ നശിപ്പിക്കാം. അതിനുശേഷം ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, ഒരിക്കലും തോൽക്കാത്ത നിന്റെ പട്ടാളം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ദിവസം എത്തിച്ചേരുമെന്ന് നീ ഒരിക്കലും കരുതിയിരുന്നില്ലല്ലേ? അതിന് ആ പട്ടാളക്കാരൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, എത്രമാത്രം സ്ട്രോങ് ആണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാലും ഒരു ദിവസം അവൻ്റെ അവസാനം വന്നു ചേരും. ഒരു ദിവസം അവൻ മരിക്കും. താങ് സാമ്രാജ്യവും ഒരു ദിവസം ഇല്ലാതാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഇന്നല്ല. അതുപോലെ തന്നെ അത് നിങ്ങളുടെ കൈകൊണ്ടായിരിക്കില്ല. റൂമറുകൾ പ്രകാരം ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടാറില്ല. അത് റൂമറുകളാണ്, ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല. പക്ഷേ ശരിയാണ്, അവസാന വിജയം എപ്പോഴും ഞങ്ങൾക്കായിരിക്കും. ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, അതിന് താങ് സാമ്രാജ്യം നിലനിന്നാലല്ലേ അവർക്ക് വിജയിക്കാനാവുകയുള്ളൂ. അപ്പോഴേക്കും പുറകിൽ നിന്ന് വന്ന ആ പട്ടാളക്കാരനെ ചോങ്മിങ് രാജകുമാരൻ കുത്തി കൊന്നിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അയാൾ വീണത് പോലും ധീരതയോടെ ആയിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും പറഞ്ഞിരുന്നു, ഭാവിയിൽ തീർച്ചയായും അവരുടെ സാമ്രാജ്യത്തെ മുഴുവനും താങ് സാമ്രാജ്യം കീഴടക്കുമെന്ന്. പിന്നെ കാണിക്കുന്നത് ഈ വാർത്ത ലിയു രാജ്ഞിയും സഹോദരനും അറിയുന്നതാണ്. ആ വാർത്ത കേട്ട് അവർ ഞെട്ടുകയാണ്. ചോങ്മിങ് രാജകുമാരനും ലോങ്കിൻ രാജകുമാരനും കൂടി അവരെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അവരുടെ ആർമിയിലുള്ള എല്ലാവരും മരിച്ചു എന്നുകൂടി കേട്ടപ്പോൾ അവർക്ക് ശരിക്കും ഷോക്കായി. ലിയു രാജ്ഞിയുടെ സഹോദരന് ശരിക്കും ലോങ്കിൻ രാജകുമാരനോടും ചോങ്മിങ് രാജകുമാരനോടും ഒക്കെ ദേഷ്യമാകുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയും കുറെ പുലമ്പുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് യുദ്ധം നടന്ന സ്ഥലത്ത് ഷിയോഷു എത്തുന്നതാണ്. അവിടുത്തെ അന്തരീക്ഷം കാണുമ്പോഴേ തന്നെ ഷിയോഷുവിന് കാര്യം മനസ്സിലാകുന്നു. അത് യാൻ സ്റ്റേറ്റും ലോങ്കിൻ രാജകുമാരൻ്റെ സ്റ്റേറ്റും ചേർന്ന് നടത്തിയ ഒരു ട്രാപ്പായിരുന്നുവെന്ന്. അതിനുശേഷം അയാൾ ഡെഡ് ബോഡികളുടെ ഇടയിലൂടെ നടക്കുന്നു. ദയനീയമായി മരിച്ചു കിടക്കുന്ന താങ് സാമ്രാജ്യത്തിലെ പട്ടാളക്കാരെ കാണുമ്പോൾ ഷിയോഷുവിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അവിടെ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് ഷിയോഷു ഊഹിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവർ വിജയിച്ചതിൻ്റെ പേരിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ലോങ്കിൻ രാജകുമാരനെയും ചോങ്മിങ് രാജകുമാരനെയും ഒക്കെയാണ് കാണിക്കുന്നത്. ചോങ്മിങ് രാജകുമാരൻ പറയുകയാണ്, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്നേ ദിവസം നമുക്ക് ആഘോഷിച്ചുല്ലസിക്കാം. അടുത്ത ദിവസം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താങ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യും. അവരെ മുഴുവനായിട്ടും ഇല്ലാതാക്കും.
അവരുടെ ഫാദർ അപ്പോൾ പറയുകയാണ്, എനിക്ക് വയസ്സായി, യാൻ സാമ്രാജ്യത്തിൻ്റെ ഭാവി നിങ്ങളുടെ കരങ്ങളിലാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കണം. താങ് സാമ്രാജ്യത്തെ ഇല്ലാതാക്കണം. ലോങ്കി രാജകുമാരൻ അപ്പോൾ പറയുകയാണ്, താങ് സാമ്രാജ്യം മാത്രമല്ല, ലോകം മുഴുവനെയും നമ്മൾ കീഴടക്കും. യാൻ സ്റ്റേറ്റിനെ പുനരുദ്ധരിക്കും. അതിനുശേഷം അവർ കുടിച്ച് ആഘോഷിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ലോങ്കി രാജകുമാരൻ പറയുകയാണ്, ഞാൻ അടുത്ത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ പോവുകയാണ്. അവശേഷിക്കുന്നവരെയും ആക്രമിച്ച് കീഴടക്കണം. അവരെല്ലാവരും ഒരു പ്രിപ്പറേഷനും ഇല്ലാതിരിക്കുകയായിരിക്കും. അവരുടെ ഫാദർ അവനെ അനുഗ്രഹിച്ചു വിടുന്നു. ശേഷം പരസ്പരം കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞ് ലോങ്കി രാജകുമാരൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ലിയു രാജ്ഞിയുടെ സഹോദരൻ്റെ അടുത്തേക്ക് അതിക്രമിച്ച് കയറി വരുന്ന അവിടുത്തെ ഒരു ഒഫീഷ്യലിനെയാണ് കാണിക്കുന്നത്. അംഗരക്ഷകർ തടയാൻ നോക്കിയെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അയാൾ ദേഷ്യത്തോടെ ലിയു രാജ്ഞിയുടെ സഹോദരൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, മരിച്ചുപോയ പട്ടാളക്കാർക്ക് നീതി വേണം. അവരെന്തുകൊണ്ടാണ് ചതിക്കപ്പെട്ട് ഇങ്ങനെ മരിച്ചത്? ദേഷ്യത്തോടെ ലിയു രാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, ഫൈറ്റ് ചെയ്യാൻ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ, അവർ വീക്ക് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ എല്ലാ കുറ്റവും ആ പട്ടാളക്കാരുടെ മേൽ ചുമത്തുകയാണ്. അപ്പോൾ ദേഷ്യത്തോടെ ആ ഒഫീഷ്യൽ പറയുകയാണ്, കഴിഞ്ഞ രാജാവ് പോലും ഈ പട്ടാളത്തെ യുദ്ധത്തിന് കൊണ്ടുപോകാറില്ലായിരുന്നു. കാരണം ഈ പട്ടാളത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവർ ഇവിടെ നിന്ന് തന്നെയാണ് ഫൈറ്റ് ചെയ്യാറുള്ളത്. അവർ വളരെ പവർഫുൾ ആയിരുന്നു. ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, ഇതൊക്കെ എൻ്റെ ഉത്തരവാണ്. എല്ലാവരും അനുസരിച്ചേ മതിയാകൂ. ഞാൻ പറയുന്നതാണ് താങ് സാമ്രാജ്യത്തിലെ നിയമം. ആരാണ് എൻ്റെ ഉത്തരവ് ലംഘിക്കാൻ പോകുന്നത്? അപ്പോൾ ആ ഒഫീഷ്യൽ പറയുകയാണ്, കഴിഞ്ഞ രാജാവ് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളാണ് പ്രധാനപ്പെട്ടത്. ആ പട്ടാളക്കാർ ഒരുപാട് സൈന്യത്തെയാണ് നേരിട്ടത്. എങ്ങനെയാണ് അത്രയും വലിയ സൈന്യത്തെ ആ ചെറിയ സൈന്യം നേരിടുക? ഇതൊക്കെ കേട്ട് ശരിക്കും ദേഷ്യമാവുന്ന ലിയു രാജ്ഞിയുടെ സഹോദരൻ ഗാർഡ്സിനോട് അവനെ ശിരച്ഛേദനം ചെയ്യാൻ ഉത്തരവിടുന്നു. ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ അത് കേട്ട് ഉടനെ തന്നെ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലിയു രാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, അവന് വേണ്ടി വാദിക്കുകയാണെങ്കിൽ നിന്നെയും ശിരച്ഛേദനം ചെയ്യാൻ ഉത്തരവിടും. അതേ കാര്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള വ്യക്തിയോടും ലിയു രാജ്ഞിയുടെ സഹോദരൻ ചോദിച്ചു കഴിയുമ്പോൾ അവർക്കാർക്കും ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല. നിരപരാധിയായ ആ വ്യക്തിയെ അവർക്ക് രക്ഷിക്കാനായില്ല. ലിയു രാജ്ഞിയുടെ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ അവരും നിർബന്ധിതരാകുന്നു. ശിരച്ഛേദനം ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടും ആ വ്യക്തി പറയുന്നുണ്ട്, സ്വേച്ഛാധിപതിയായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള രാജകുമാരനാണ് ലിയു രാജ്ഞിയുടെ സഹോദരൻ എന്നും അവൻ താങ് സാമ്രാജ്യത്തെ നശിപ്പിക്കുമെന്നൊക്കെ. അതും കൂടി കേട്ട് കഴിയുമ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരൻ വളരെ ദേഷ്യത്തോടെ അവൻ്റെ നാവ് കൂടി അറുത്തെടുക്കാൻ പറയുന്നു. ശേഷം ഒരുപാട് ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഷിയോഷു യാൻ സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നതാണ്. അവിടെയൊന്നും ആരെയും കാണാനില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ചോങ്മിങ് രാജകുമാരൻ കുറച്ച് പട്ടാളക്കാരുടെ കൂടെ അവിടെ എത്തിയിട്ട് പറയുകയാണ്, താങ് സ്റ്റേറ്റിലായിരുന്നപ്പോഴേ എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ നിന്നെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ ആ ഒരു അവസരം വന്നെത്തിയിരിക്കുന്നു. എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. എന്തായാലും ഒറ്റയ്ക്ക് ഇത്രയും ആളുകളെ നിനക്ക് നേരിടാനാകുകയില്ല. അപ്പോൾ ഷിയോഷു ഒരു കാര്യം പറയുന്നുണ്ട്, നീ താങ് സാമ്രാജ്യത്തിൽ ഹോസ്റ്റേജ് ആയിരുന്ന സമയത്ത് ഞാൻ നടത്തിയ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഫൈറ്റിനെ പറ്റി നീ കേട്ടിട്ടുണ്ടാകുമല്ലോ. കുറേ ആളുകളെയാണ് ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചോങ്മിങ് രാജകുമാരൻ പറയുകയാണ്, ശരിയാണ്, നീ ഒറ്റയ്ക്ക് നടത്തിയ ആ വലിയ ഫൈറ്റ് വളരെ ഫേമസ് ആണ്. പക്ഷേ അന്ന് നിൻ്റെ കൂടെ നിക്കയും യാൻസയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നീ ഒറ്റയ്ക്കാണ്. ഇന്ന് നിൻ്റെ മരണം ഉറപ്പാണെന്ന് പറഞ്ഞ് അവനെ കൊല്ലുവാൻ ആളുകളെ വിടുന്നു. എന്നാൽ അത്രയൊക്കെ ആളുകളുണ്ടായിട്ടും വളരെ നിഷ്പ്രയാസം ഷിയോഷു അവരെ എല്ലാവരെയും നേരിട്ടു. വളരെ വേഗത്തിലായിരുന്നു ഷിയോഷുവിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം. ഷിയോഷുവിൻ്റെ വളരെ വേഗത്തിലുള്ള വാളുകൊണ്ടുള്ള അറ്റാക്കിന് മുമ്പിൽ അവർക്കാർക്കും പിടിച്ചു നിൽക്കാനായില്ല. ചോങ്മിങ് രാജകുമാരൻ അത് കണ്ട് ഞെട്ടി. അവനും അറ്റാക്ക് കിട്ടി തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഷിയോഷുവിൻ്റെ അറ്റാക്കിൽ തെറിച്ചു പോയി വീഴുന്ന അവൻ്റെ ബോധവും പോകുന്നു. താങ് സാമ്രാജ്യത്തിൻ്റെ ചതിക്കപ്പെട്ട് മരിച്ചുപോയ പട്ടാളക്കാരെ ഓർത്ത് വളരെ ദേഷ്യത്തിലായിരുന്നു ഷിയോഷു ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ടായിരുന്നു അത്രയും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് അവൻ നടത്തിയത്. ആ ഒരു സന്തോഷത്തിൽ ഷിയോഷു പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ യാൻ സ്റ്റേറ്റിലെ രാജാവും അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് സന്തോഷമായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് താങ് സാമ്രാജ്യത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ടത്. എൻ്റെ കണ്ണുകൾക്ക് അത് കാണുവാൻ സാധിച്ചു. ഷിയോഷു പറയുകയാണ്, ഇല്ല, താങ് സാമ്രാജ്യം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ചിരിച്ചുകൊണ്ട് യാൻ സ്റ്റേറ്റിലെ രാജാവ് അപ്പോൾ പറയുകയാണ്, താങ് സാമ്രാജ്യത്തിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആർമി വളരെ ദയനീയമായിട്ടുള്ള രീതിയിൽ യാൻ സ്റ്റേറ്റിൽ വെച്ച് മരിച്ചിട്ടും താങ് സ്റ്റേറ്റ് പരാജയപ്പെട്ടിട്ടില്ലെന്നാണോ നീ പറയുന്നത്? ദേഷ്യത്തോടെ ഷിയോഷു പറയുകയാണ്, നിന്റെ മുമ്പിൽ പക്ഷേ നിൽക്കുന്നതും യാൻ സ്റ്റേറ്റിലെ ഒരു പോരാളി തന്നെയാണ്. ശേഷം വളരെ ദേഷ്യത്തോടെ അവൻ്റെ വാള് യാൻ സ്റ്റേറ്റിലെ രാജാവിൻ്റെ നേരെ എറിയുന്നു. പവർഫുൾ ആയിട്ടുള്ള ആ അറ്റാക്കിൽ നിന്ന് യാൻ സ്റ്റേറ്റിലെ രാജാവിനെ ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ല. അത് അവൻ്റെ കഴുത്തറുത്തു. അങ്ങനെ യാൻ സ്റ്റേറ്റിലെ രാജാവ് മരിക്കുന്നു.
എല്ലാവരെയും വളരെ പെട്ടെന്നായിരുന്നു ഷ്യൂഷു തീർത്തത്. ചോങ്മിങ് രാജകുമാരനെ കൊന്നുവോ എന്ന് അറിയില്ല. അവൻ തെറിച്ചുപോയി വീണത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കാണിക്കുന്നത് നിരപരാധിയായിട്ടുള്ള താങ് സ്റ്റേറ്റിലെ ആ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ ലിയുരാജ്ഞി തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ശകാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ തലവനോടും തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനോടും ആ വ്യക്തിയെ മരണശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ പറയുന്നു. കൂടാതെ ആ വ്യക്തിയുടെ പഴയ സ്ഥാനവും തിരികെ കൊടുക്കാൻ പറയുന്നുണ്ട്. അത് കേട്ട് അവർക്കെല്ലാവർക്കും സന്തോഷമാകുമെങ്കിലും ലിയുരാജ്ഞിയുടെ സഹോദരന് ശരിക്കും ദേഷ്യമാകുന്നു. ദേഷ്യത്തോടെ സഹോദരിയോട് എന്തിനാണ് അവനെ വെറുതെ വിടുന്നതൊക്കെ ചോദിക്കുന്നു. ലിയുരാജ്ഞി അപ്പോൾ ദേഷ്യത്തോടെ അവനോട് പറയുകയാണ്, നീ ഇവിടുത്തെ രാജാവായിരിക്കാം, പക്ഷേ നല്ലൊരു രാജാവല്ല. ശേഷം അവളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ലിയുരാജ്ഞിയുടെ സഹോദരൻ ഒരു രാജാവായതുകൊണ്ട് തന്നെ ലിയുരാജ്ഞിയുടെ സഹോദരനെ കണ്ടു കഴിയുമ്പോൾ തന്നെ താണു വണങ്ങുന്നു. അതിനുശേഷം ലിയുരാജ്ഞിയുടെ സഹോദരൻ അവരോടെല്ലാവരോടും എഴുന്നേൽക്കാൻ പറയുന്നു. എന്നാൽ ആരും തന്നെ അവനെ അനുസരിക്കുന്നില്ല. വീണ്ടും പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഇപ്പോൾ അവൻ പറയുന്നത് ആരും തന്നെ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ദേഷ്യത്തോടെ അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. അപ്പോൾ അവിടെ കൗശലപൂർവ്വം പ്രവർത്തിക്കുന്നത് ലിയുരാജ്ഞിയാണ്. ലിയുരാജ്ഞി മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, എല്ലാം എൻ്റെ തെറ്റാണ്. യാൻ സ്റ്റേറ്റിലേക്ക് വിശ്വസിച്ച് പട്ടാളത്തെ വിട്ടത് ഞാനാണ്. അവർ വഞ്ചിക്കപ്പെട്ട് മരിക്കാൻ കാരണം ഞാനാണ്. അതിന് നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിക്കാം, യുദ്ധം കഴിഞ്ഞതിന് ശേഷം. അവിടെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ സഹോദരന് അത് കേട്ട് സന്തോഷമാകുന്നുണ്ട്. എന്തെങ്കിലും കുരുട്ടുബുദ്ധി അവൻ്റെ തലയിൽ ഉദിച്ചിട്ടുണ്ടാകണം. ലിയുരാജ്ഞി തുടർന്ന് പറയുകയാണ്, വളരെ വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതിനുള്ള ഉത്തരം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നിങ്ങൾ എഴുന്നേൽക്കൂ. ഇപ്രാവശ്യം അവരെല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. കാരണം ലിയുരാജ്ഞി തൻ്റെ തെറ്റ് സമ്മതിച്ചു. അതൊക്കെ കണ്ട് ലിയുരാജ്ഞിയുടെ സഹോദരനും അതിശയമാകുന്നുണ്ട്. അതിനുശേഷം ലിയുരാജ്ഞി തുടർന്ന് പറയുകയാണ്, രാജ്യം പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുമ്പോൾ എൻ്റെ ഫാദറിനെ നിങ്ങൾ എങ്ങനെയാണോ സഹായിച്ചത് അതുപോലെ തന്നെ ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ എന്നെ സഹായിക്കണം. താങ് സ്റ്റേറ്റിന് വേണ്ടി നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ ശത്രുത മറന്ന് എല്ലാ ഒഫീഷ്യൽസും അതിനുവേണ്ടി തയ്യാറാകുന്നു. അവരുടെ ബുദ്ധിയും കഴിവുമെല്ലാം അതിനുവേണ്ടി പ്രയോഗിക്കാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം അതിനുവേണ്ടിയുള്ള ചർച്ച ആരംഭിക്കുന്നു. അപ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരന് പോലും തോന്നിപ്പോകുന്നു ആരാണ് യഥാർത്ഥ രാജാവെന്ന്. ഇതേ സമയം തന്നെ വെയ്സിറ്റിയും കാണിക്കുകയാണ്. വെയ്സിറ്റിയും ആക്രമണത്തിന് ഇരയായി. എന്നാൽ അവർ അതിനെയെല്ലാം ചെറുത്തുനിന്നു വളരെ കഷ്ടപ്പെട്ട്. ഒരുപക്ഷെ അതിലും ലിയുരാജ്ഞിയുടെ കൈയുണ്ടാകാം. ഷിയാത്തിയ രാജ്ഞി താങ് സാമ്രാജ്യത്തിലേക്ക് തിരികെ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത്. വെയ്സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമായി. അതുമൂലം കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ കാണിക്കുന്നു. ഇതേസമയം വിഷമിച്ചിരിക്കുന്ന മായുടെ അടുത്തേക്ക് ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയുകയാണ്, താങ് സ്റ്റേറ്റിലെ രാജാവായി ലിയുരാജ്ഞിയുടെ സഹോദരൻ അഭിഷേകം ചെയ്തു. അത് കേട്ട് ജനറൽ മാ ഞെട്ടി ഷിയാത്തിയ രാജ്ഞിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഷിയാത്തിയ രാജ്ഞി അധികമൊന്നും ഭക്ഷണം കഴിക്കാതെ തൻ്റെ മകന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് കുതിരയുടെ ഇറച്ചിയാണെന്ന് ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അതെന്ന് ചോദിക്കുമ്പോഴാണ് അവിടുത്തെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് ഷിയാത്തിയ രാജ്ഞി തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നത്. ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവൻ അത് കഴിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, നിനക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ അത് കഴിക്കണം. ഇതല്ലാതെ ഇവിടെ നമുക്ക് വേറെ ഭക്ഷണമൊന്നുമില്ല. ഇത് നിൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ളതല്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും തനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഷിയാത്തിയ രാജ്ഞി അവനെ ഫോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്കായിരുന്നു ഷിയാത്തിയ രാജ്ഞി അവനെ കൊണ്ടുപോയത്. ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയവരെ കൊണ്ടുപോകുന്നതും അവൻ കാണുന്നുണ്ട്. ആദ്യം എങ്ങനെയാണ് അവർ മരിച്ചതെന്നൊന്നും അവന് മനസ്സിലായില്ല. എന്നാൽ ഷിയാത്തിയ രാജ്ഞി അവൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാത്രമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യക്ഷാമം എത്രമാത്രം രൂക്ഷമാണെന്ന് അവൻ മനസ്സിലാക്കിയത്. രാജ്യത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അവരെല്ലാവരും മരിച്ചു വീണത്. അപ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലായ അവൻ ഓടിപ്പോയി ആ ഭക്ഷണം കഴിച്ച് കരയുകയാണ്. അതുപോലും കിട്ടാതെ കഷ്ടപ്പെടുന്നവരെക്കുറിച്ച് അറിയാമെങ്കിലും അതൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ അവസ്ഥ എത്രമാത്രം രൂക്ഷമാണെന്ന് അവൻ മനസ്സിലാക്കിയത്. എത്ര കഷ്ടപ്പെട്ടാലും നീ ഇതൊക്കെ അതിജീവനത്തിന് വേണ്ടി ഭക്ഷിച്ചേ മതിയാകൂ. നിന്റെ ഫാദർ പറഞ്ഞ കാര്യം നീ എപ്പോഴും ഓർക്കണം. താങ് സാമ്രാജ്യത്തിൻ്റെ ഭാവി നിന്റെ കരങ്ങളിലാണ്. അതൊന്നും നീ വ്യർത്ഥമാക്കരുത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഇല്ല എന്ന് അവൻ പറയുന്നു. അവനോട് കരയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിയാത്തിയ രാജ്ഞി അപ്പോൾ അവനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് ജനറൽ മാ അങ്ങോട്ട് വരുന്നത്. ജനറൽ മായിനെ കണ്ടു കഴിയുമ്പോൾ തൻ്റെ മകനോട് അകത്തേക്ക് പോകാൻ ഷിയാത്തിയ രാജ്ഞി പറയുന്നു. ലിയുരാജ്ഞിയുടെ സഹോദരൻ രാജാവായെന്നുള്ള വാർത്ത ജനറൽ മായുടെ നാവിൽ നിന്ന് കേട്ട് കഴിയുമ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, ലിയുരാജ്ഞി അവളുടെ ഫാദറിനെ പോലെ തന്നെ എല്ലാം മുൻകൂട്ടി കണ്ടിരിക്കുന്നു.
എന്നാൽ വളരെ വിഷമത്തോടെയും ദേഷ്യത്തോടെയും ജനറൽ മാ പറയുകയാണ്, ഇതുമൂലം മരിച്ചുപോയ നമ്മുടെ രാജാവിന് സന്തോഷത്തോടെ വിശ്രമിക്കാനാകില്ല. വിഷമത്തോടെ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾ എങ്ങനെ താങ് സാമ്രാജ്യത്തിലേക്ക് തിരികെ പോകും? മാവ് വിഷമത്തോടെ പറയുകയാണ്, ഈ ഒരു അവസരത്തിൽ നമുക്കതിന് സാധിക്കില്ല, അത് സേഫ് ആയിരിക്കില്ല, എല്ലാം ഒന്ന് ചൂടാറുന്നതുവരെയും നമ്മൾ കാത്തിരിക്കണം. ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, പക്ഷേ നമ്മുടെ അടുത്ത് ഫുഡൊന്നുമില്ലല്ലോ, അതിനുള്ള മാർഗം ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് മാ വിഷമത്തോടെ പുറത്തേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഷീലിംഗ് ആണ്. ഷീലിംഗിലെ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ഷീലിംഗിന്റെ അധികാരിയോട് പറയുകയാണ്, ഇതാണ് താങ് സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താനുള്ള നമുക്ക് പറ്റിയ സമയം. താങ് സ്റ്റേറ്റിലെ രാജാവ് മരിച്ചു, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പട്ടാളത്തെ യാൻ സാമ്രാജ്യം ഇല്ലാതാക്കി. എന്തുകൊണ്ടും ഇത് തന്നെയാണ് പറ്റിയ അവസരം. അവിടെ യേഹോങ്യും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. ഷീലിംഗിന്റെ അധികാരി അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവരുടെ അഭിപ്രായവും ചോദിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന വ്യക്തി പറയുന്നത്, ഇപ്പോൾ താങ് സാമ്രാജ്യത്തെ നമ്മൾ ക്രൂശിക്കണ്ട എന്നൊക്കെയാണ്. ഇത് യാൻ സ്റ്റേറ്റും താങ് സ്റ്റേറ്റും തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഫൂസി ഈ ലോകത്ത് നിന്ന് വിട്ടുപോയിരിക്കാം, പക്ഷേ ഫൂസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. യാൻ സ്റ്റേറ്റ് താങ് സ്റ്റേറ്റിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അവസരത്തിൽ താങ് സ്റ്റേറ്റിനെതിരെ തിരിയരുത്. ഇതൊക്കെ താങ് സ്റ്റേറ്റിനെതിരെ തിരിയാനുള്ള വലിയ കാരണമൊന്നുമല്ല. അപ്പോൾ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ആ വ്യക്തിക്ക് ഒരു കുറിപ്പ് കൊടുത്തുകൊണ്ട് ഒരു പറയുകയാണ്. ആ കുറിപ്പിൽ പറയുന്നത് ഷിയാത്തിയ രാജ്ഞിയെ കുറിച്ചാണ്. ഷിയാത്തിയ രാജ്ഞി ഡീമോണിക് കൾട്ടിലെ ഒരു ദേവതയാണെന്നൊക്കെ. താങ് സാമ്രാജ്യം ഷിയാത്തിയ രാജ്ഞിയെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ആക്രമിക്കാനുള്ള വലിയൊരു റീസൺ തന്നെയാണത്. അത് വായിച്ച് ആ വ്യക്തി ഞെട്ടുന്നുണ്ട്. ഷീലിംഗിന്റെ അധികാരി എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, താങ് സാമ്രാജ്യം പ്രകാശത്തിൽ വിശ്വസിക്കുന്നില്ല. ഡോട്ടർ ഓഫ് ഡിസീസിനെ അവർ സംരക്ഷിച്ചു, ഇപ്പോൾ ഡീമോണിക് കൾട്ടിലെ ഒരു ദേവതയെയും. വർഷങ്ങളായിട്ട് അവിടുത്തെ രാജ്ഞിയായിരുന്നു അവൾ. ഇപ്പോഴാണ് നമ്മളതൊക്കെ മനസ്സിലാക്കിയത്. ഈ ലോകത്തെ തന്നെ താങ് സാമ്രാജ്യം നശിപ്പിക്കും. ഈ രാജ്യം നിലനിൽക്കാനേ പാടില്ല. ആർക്കെങ്കിലും അതിൽ എതിർപ്പുണ്ടോ? ഇപ്രാവശ്യം ആർക്കും ഒന്നും പറയാനേ സാധിച്ചില്ല. അങ്ങനെ ലോകം മുഴുവനും ഒറ്റക്കെട്ടായി താങ് സാമ്രാജ്യത്തിനെതിരെ തിരിയുകയാണ്. അവർ അതിനുശേഷം പ്രകാശത്തെ സ്തുതിക്കുന്നു. എന്നാൽ മറ്റേ വ്യക്തിക്ക് ഇപ്പോഴും താങ് സാമ്രാജ്യത്തെ ആക്രമിക്കാൻ ഒട്ടും താല്പര്യമില്ല. അയാൾ പ്രകാശത്തിൽ മാത്രമല്ല നന്മയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ യേഹോങ്യു തടവറയിലുള്ള ബുക്ക്മാനിയാക്കിനെ വന്ന് കാണുന്നതാണ് കാണിക്കുന്നത്. ബുക്ക്മാനിയാക്കിന്റെ സ്റ്റേറ്റ് പോലും ഇപ്പോൾ താങ് സാമ്രാജ്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന വാർത്തയാണ് യേഹോങ്യു ഇപ്രാവശ്യം വന്ന് പറയുന്നത്. അതിശയത്തോടെ ബുക്ക്മാനിയാക്ക് അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എൻ്റെ സ്റ്റേറ്റ് അങ്ങനെ ചെയ്തതെന്ന്. യേഹോങ്യു പറയുകയാണ്, അവർക്ക് സിറ്റുവേഷൻ എന്താണെന്ന് നന്നായിട്ട് അറിയാം. എല്ലാ സ്റ്റേറ്റും ഇപ്പോൾ താങ് സ്റ്റേറ്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നീയും ഇനി താങ് സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്നതൊക്കെ നിർത്തണം. അപ്പോഴും ബുക്ക്മാനിയാക്ക് പറയുകയാണ്, താങ് സാമ്രാജ്യത്തിന് 1000 വർഷത്തേക്കാളധികം പഴക്കമുണ്ട്. അതിനെ കീഴടക്കുക അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോഴും അവൾ അവളുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. പിന്നെ കാണിക്കുന്നത് ഷീലിംഗ് ആ പ്രഖ്യാപനം നടത്തുന്നതാണ്. താങ് സ്റ്റേറ്റിനെ ലോകം മുഴുവൻ്റെയും ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു ചടങ്ങ്. കുറേ വിളംബരമൊക്കെ മുഴക്കിയാണ് ആ ചടങ്ങ് നടത്തുന്നത്. ഇതേ സമയം കുറേ ആളുകൾ പ്രകാശം വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മഞ്ഞൊക്കെ മൂടിയ ഒരു സ്ഥലത്ത് കിടക്കുന്ന സാങ്സാങ്ങിന്റെ ഉള്ളിലുണ്ടായ ആ സ്ത്രീയെയാണ്. സാങ്സാങ് എവിടെയാണെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകും. അല്പം കഴിയുമ്പോൾ അവൾക്ക് ബോധം വന്ന് എഴുന്നേൽക്കുന്നു. താനിപ്പോൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ചുറ്റുമൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം എങ്ങോട്ടൊന്നില്ലാതെ അവൾ നടക്കുന്നു. ഒരുപക്ഷെ എങ്ങോട്ടാണ് താൻ പോകുന്നത് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം നടക്കുന്നത്. ഇതേ സമയം തന്നെ അവളുടെ ഉള്ളിലുള്ള സാങ്സാങ്ങിനെയും കാണിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ഒരാളുടെ ശരീരത്തിൽ 2 ആളുകൾ പ്രത്യക്ഷമാകുന്നു. പിന്നെ വീണ്ടും താങ് സാമ്രാജ്യത്തിലെ ഒരു മീറ്റിംഗ് കാണിക്കുന്നു. മിങ്ചി മുന്നോട്ട് വന്ന് ഷീലിംഗിന്റെ അധികാരിയുടെ സന്ദേശം കൈമാറുന്നു. അത് ആദ്യം വായിക്കുന്നത് ലിയു രാജ്ഞിയാണ്. അതിനുശേഷം ലിയു രാജ്ഞിയുടെ സഹോദരനും കൊടുക്കുന്നു. അത് വായിച്ചിട്ട് ലിയു രാജ്ഞി പറയുകയാണ്, നക്ഷത്രങ്ങളെ ഇരുട്ടു മൂടിയാൽ താങ് സാമ്രാജ്യത്തിന്റെ അവസാനം അടുത്തു എന്നാണ് അർത്ഥം. ഷീലിംഗും ലോകം മുഴുവനും ഇപ്പോൾ താങ് സാമ്രാജ്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. നമ്മളോട് കീഴടങ്ങാൻ. ഞാനൊരു സ്ത്രീയാണെന്ന് കരുതി അവർ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് മരണത്തിൽ യാതൊരു ഭയവുമില്ല. താങ് സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും താങ് സാമ്രാജ്യം പരാജയപ്പെട്ടിട്ടില്ല, കീഴടങ്ങിയിട്ടില്ല. ശേഷം ലിയു രാജ്ഞി തൻ്റെ സഹോദരനോട് പറയുകയാണ്, നിന്റെ അവസരമാണ്, തീരുമാനമെടുക്കൂ, ഉചിതമായിട്ടുള്ള തീരുമാനം. എന്നാൽ അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ലിയു രാജ്ഞിയുടെ സഹോദരൻ. അവൻ ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാൻ പോകുന്നത് അവനായതുകൊണ്ട് തന്നെ രാജാവിൻ്റെ സഹോദരനൊന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അവൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ താങ് സാമ്രാജ്യമേ ഇല്ലാതാകും. പിന്നെ രാജാവിൻ്റെ സഹോദരനെ രാജാവായിട്ട് ഭരിക്കാൻ പോലും ആ സ്ഥലം ഉണ്ടാകില്ല. എല്ലാവരും അവൻ്റെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ വളരെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന അവന് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. ലിയു രാജ്ഞിയാണ് സ്വകാര്യത്തിൽ അത് കീറിക്കളയാൻ പോലും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വളരെ പേടിച്ചുകൊണ്ട് തന്നെ അവൻ ആ പേപ്പർ കീറിക്കളയുന്നു. അതായത് അവരുടെ ഓഫർ നിരസിച്ചിരിക്കുന്നു.
കീഴടങ്ങാൻ പറഞ്ഞുകൊണ്ടുള്ള ഷീലിങ്ങിൻ്റെ ഓഫർ നിരസിച്ചിരിക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടെ എല്ലാവരും രാജാവ് നീണാൾ വാഴട്ടെ, രാജാവിൻ്റെ ഇഷ്ടം പോലെ എന്നൊക്കെ പറയുന്നു. കാരണം താങ് സാമ്രാജ്യത്തിലെ ജനങ്ങളും അതേപോലെ തന്നെയാണ്. ആരുടെ മുമ്പിലും അവർ അടിയറ വെക്കില്ല. മിങ്ചിയും രാജാവിൻ്റെ സഹോദരനും അപ്പോൾ പരസ്പരം കള്ള ലക്ഷണത്തോടെ ഒന്ന് നോക്കുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളെയൊക്കെ ആയിട്ട് ഇനിയും വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. കാരണം പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഡെലിവറി ജോബ്സ് ആണ്. 2-3 ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുന്നത് കൊണ്ട് വീഡിയോ ചെയ്യാനും സമയമുണ്ടാകും. അതുകൊണ്ട് സമയമുള്ളതിനനുസരിച്ച് വീഡിയോയും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.